വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായ രീതിയിൽ ഇപ്പം നമ്മൾ മക്കളോടൊക്കെ പറയുന്ന ഒരുപാട് സെൻറ്റൻസുകളുണ്ട് അല്ലേ, ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന അതുപോലെയുള്ള കുറച്ച് സെൻറ്റൻസുകളാണ്, വെരി യൂസ്ഫുൾ സെൻറ്റൻസുകളാണ് കേട്ടോ. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമർ എന്ന ചാനലിൽ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർ ആ ഒരു ചാനലിൽ കയറിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണാം കേട്ടോ. വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മൾ സെൻറ്റൻസിലേക്ക് കടക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് ഈ പറയുന്നതൊക്കെ കേട്ടോ. അവസാനം നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും, വീഡിയോ മുഴുവനായിട്ട് കാണുക. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, നമ്മൾ മക്കളൊക്കെ ഇപ്പോൾ ബോളൊക്കെ കളിക്കാനുള്ള കളിക്കുന്ന മക്കളാണ് അല്ലേ. അവരോട് നമ്മൾ പറയാറുണ്ട്, ആ ബോൾ എടുത്ത് വെക്ക്, ആ ഫോൺ എടുത്ത് വെക്ക്, കളിക്കുന്ന എന്തെങ്കിലും സാധനം അതെടുത്ത് വെക്ക് എന്ന് പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ആ ബോൾ എടുത്ത് വെക്ക് എന്ന് നമുക്ക് പറയാം. സിമ്പിളാണ്, നമുക്ക് ഇംഗ്ലീഷ് ഇങ്ങനെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് കേട്ടോ. അപ്പോൾ ആ ബോൾ എടുത്ത് വെക്ക് എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാം? അതായത് നീ ആ ബോൾ എടുത്ത് വെക്ക് എന്നാണ് പറയുന്നത്. ടേക്ക് ദാറ്റ് ബോൾ ആൻഡ് പുട്ട് ഇറ്റ് ഡൗൺ. ഇവിടെ നമുക്ക് ഫസ്റ്റ്ലി യു വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം നീ ആ ബോൾ എടുത്ത് വെക്ക് എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ യു ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ പറയുന്ന ആളും നമ്മളുമായിട്ട് അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ സിറ്റുവേഷൻ നമ്മൾ യു എന്ന് അപ്പോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ടേക്ക് ദാറ്റ് ബോൾ ആൻഡ് പുട്ട് ഇറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ മതി. അവിടെ നീ ആ ബോൾ എടുത്ത് വെക്കൂ എന്നുള്ളത് നമ്മൾ അവരോട് തന്നെയാണല്ലോ പറയുന്നത്. അപ്പം നമുക്ക് അവിടെ യു ആഡ് ചെയ്യേണ്ട. പക്ഷേ നമ്മൾ പറഞ്ഞ സെൻറ്റൻസ് എന്താണ്? നീ ആ ബോൾ എടുത്ത് വെക്കൂ എന്നാണ്. അപ്പം യു ടേക്ക് ദാറ്റ് ബോൾ ആൻഡ് പുട്ട് ഇറ്റ് ഡൗൺ എന്നാണ് അതിൻ്റെ കറക്റ്റ് സെൻറ്റൻസ്. പക്ഷെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ യുവിനെ മാറ്റി നിർത്തിയാലും കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ്, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു അവിടെ പോകരുതെന്ന്? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു അവിടെ പോകരുതെന്ന്? ഇപ്പം നമ്മുടെ മക്കളോടൊക്കെ പറയാറുള്ളൊരു സെൻറ്റൻസ് ആണ് അല്ലേ. അപ്പോൾ ഇന്നലെ ഒരു കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏത് വീഡിയോയിലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. കുട്ടികളോട് സംസാരിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ പറയാവോ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുട്ടികളോട് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിന്നോട് എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എത്ര തവണ പറഞ്ഞത് അവിടെ പോകരുത് എന്ന് അല്ലേ നമ്മൾ പറയാറുണ്ട്. ഈ എത്ര തവണ എത്ര പ്രാവശ്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൗ മെനി ടൈംസ്. ഓക്കെ, ഹൗ മെനി ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം, എത്ര തവണ നിന്നോട് പറഞ്ഞു അവിടെ പോകരുതെന്ന്. എങ്ങനെ പറയാം? ഹൗ മെനി ടൈംസ് ഹാവ് ഐ ടോൾഡ് യു? നിന്നോട് എത്ര തവണ പറഞ്ഞു നോട്ട് ടു ഗോ ദർ. ഇവിടെ നമ്മൾ നോട്ടാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. നോട്ട് ടു ഗോ ദർ, അവിടെ പോകരുതെന്ന്. ഓക്കെ, അപ്പോൾ ഹൗ മെനി ടൈംസ് have I told you not to go there? എത്ര തവണ എന്നോട് ഞാൻ പറഞ്ഞു അവിടെ പോകരുതെന്ന്. ഓക്കെ, നെക്സ്റ്റ്, ഇപ്പം നമ്മൾ മക്കളോടൊക്കെ എപ്പോഴും പറയാറുള്ള ഒരു സെൻറ്റൻസ് ആണ്, നിനക്ക് എത്ര പേന വാങ്ങിത്തന്നു? ഒരെണ്ണം മര്യാദക്ക് വെക്കില്ല അല്ലേ. നിനക്ക് എത്ര നോട്ട്ബുക്ക് വാങ്ങിത്തന്നു? ഒരെണ്ണം മര്യാദക്ക് കൊണ്ട് നടക്കില്ല. ഇങ്ങനെ പറയാറുണ്ടല്ലോ. ഒരുപാട് കാര്യങ്ങൾ അവരുടെ യൂസസിനുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എടുത്ത സെൻറ്റൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് എത്ര പേന വാങ്ങിത്തന്നു? ഒരെണ്ണം മര്യാദക്ക് വെക്കില്ല എന്നെങ്ങനെ പറയാം? ഹൗ മെനി പെൻസ് ഹാവ് ഐ ബോട്ട് ഫോർ യു? ഹൗ മെനി പെൻസ് ഹാവ് ഐ ബോട്ട് ഫോർ യു? നിനക്ക് വേണ്ടി ഞാൻ എത്ര പേന വാങ്ങിത്തന്നു? എറ്റ്, ഇവിടെ ഒരു എറ്റ് നമുക്കൊരു കൺജക്ഷൻ ആയിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് ഒരെണ്ണം മര്യാദക്ക് വെക്കില്ല അല്ലെങ്കിൽ ഒരെണ്ണം ശ്രദ്ധിച്ച് വെക്കില്ല, ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പം എറ്റ് നമ്മൾ ഒരു സെൻറ്റൻസിനെ കൂട്ടി യോജിപ്പിക്കണം. അവിടെ നമുക്കൊരു എറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, എറ്റ് യു ക്യാൻറ്റ് കീപ് ഈവൻ ദ പ്രോപ്പർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദക്ക് എന്നാണ്. അപ്പം ഒരെണ്ണം മര്യാദക്ക് വെക്കില്ല. ഹൗ മെനി പെൻസ് ഹാവ് ഐ ബോട്ട് ഫോർ യു? എത്ര പേന നിനക്ക് ഞാൻ വാങ്ങി തന്നു? എറ്റ് യു ക്യാൻറ്റ് കീപ് ഈവൻ വൺ പ്രോപ്പർലി, ഒന്ന് പോലും നീ മര്യാദയ്ക്ക് വെക്കില്ല. ഓക്കെ, നെക്സ്റ്റ്, അവിടെ ഇരുന്ന് കഴിക്കും. ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയും അവിടെ ഇരുന്ന് കഴിക്കൂ. ചില ബെഡ്റൂമിലേക്കായിരിക്കും ഭക്ഷണമായിട്ട് വരിക. അപ്പം നമ്മൾ പറയും അവിടെ ഇരുന്ന് കഴിക്കൂ എന്ന് പറയാറുണ്ട്. സിറ്റ് ആൻഡ് ഈറ്റ്, സിറ്റ് ആൻഡ് ഈറ്റ്, അവിടെ ഇരുന്ന് കഴിക്കൂ. അവിടെ പോയി ഇരിക്കൂ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അവിടെ പോയി ഇരിക്കൂ. ഇതും രണ്ട് സെൻറ്റൻസ് ആണ്. ഇങ്ങനെ രണ്ട് വെർബുകൾ കാണുമ്പം അതിനിടയിൽ നമ്മൾ ആൻഡ് എന്ന കൺജക്ഷൻ യൂസ് ചെയ്യണം കേട്ടോ. അവിടെ പോയി ഇരിക്കൂ എങ്ങനെ പറയാം? ഗോ ആൻഡ് സിറ്റ് ദർ, ഗോ ആൻഡ് സിറ്റ് ദർ, അവിടെ പോയി ഇരിക്കൂ എന്നാണ്. അപ്പം ഗോ ആൻഡ് സിറ്റ് ദർ സിമ്പിൾ ആണ്.
നെക്സ്റ്റ്, ഈ 2 പേന വാങ്ങിയില്ലേ, ഒരെണ്ണം ഇവിടെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. ചിലപ്പോൾ രാവിലെ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് 2 പേനൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടാകും. വരുന്ന സമയത്ത് ഒരു പേന പോലും ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഒരു പേനയായിരിക്കും. ആ സിറ്റുവേഷനിൽ നമ്മൾ ചോദിക്കാറുണ്ട്, നീ 2 പേന വാങ്ങിയില്ലേ, ഒരു പേന എവിടെ എന്നിങ്ങനെ പറയാ. നീ 2 പേന വാങ്ങിയില്ലേ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. Didn't you buy 2 pens? Didn't you buy 2 pens? 2 പേന വാങ്ങിയില്ലേ, ഒരു പേന എവിടെ എന്നാണ്. Where is one? Where is one? Where is one എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിവിടെ. ഞാൻ പോലും അറിഞ്ഞില്ല അവൾ വന്നത്. ഞാൻ പോലും അറിഞ്ഞില്ല അവൾ വന്നത്. ഞാൻ പോലും എന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പൊ അവൾ വന്നതിന് ശേഷമാണ് നമ്മൾ പറയുന്നത്. ഇത് ടെൻസ് ഏതാണ്? ഈവൻ ഐ ഡിഡിന്റ് നോ ദാറ്റ് ഷീ കെയിം. ഈവൻ ഐ ഡിഡിന്റ് നോ ദാറ്റ് ഷീ കെയിം. അവൾ വന്നത് ഞാൻ പോലും അറിഞ്ഞില്ല. ഇവിടെ നമുക്ക് ദാറ്റ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. കാരണം ദാറ്റ് എന്ന് പറയുന്നത് നമ്മൾ സംസാരത്തിൽ ആ ഒരു ഫ്ലുവൻ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺജക്ഷൻ ആണ്. അവിടെ പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നും ദാറ്റിനില്ല. അപ്പോൾ ഈവൻ ഐ ഡിഡിന്റ് നോ ഷീ കെയിം എന്ന് പറഞ്ഞാലും സെന്റൻസ് കറക്റ്റ് ആണ്. ഇനി വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഫ്ലുവൻസി വരാൻ വേണ്ടിയിട്ട് ഈവൻ ഐ ഡിഡിന്റ് നോ ദാറ്റ് ഷീ കെയിം എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ്, ആ ഗ്ലാസ് കഴുകി വെള്ളം ഒഴിക്കൂ. ആ ഗ്ലാസ് കഴുകി വെള്ളം ഒഴിക്കൂ. ഗ്ലാസ് കഴുകുക, വെള്ളം ഒഴിക്കുക രണ്ടാണല്ലേ. അപ്പൊ എങ്ങനെയാ പറയും? ആ ഗ്ലാസ് കഴുകൂ, വെള്ളം ഒഴിക്കൂ എന്നാണ്. വാഷ് ദാറ്റ് ഗ്ലാസ് ആൻഡ് pour water. വാഷ് ദാറ്റ് ഗ്ലാസ് ആൻഡ് pour water. ആ ഗ്ലാസ് കഴുകി വെള്ളം ഒഴിക്കൂ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, നീ ഭക്ഷണം മുഴുവനും കഴിച്ചോ. നീ ഭക്ഷണം മുഴുവനും കഴിച്ചോ എന്നെങ്ങനെ ചോദിക്കാം? Did you eat all the food എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, നീ ആ ഭക്ഷണം മുഴുവനും കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ Did you finish all your food? Did you finish all your food? നീ ആ ഭക്ഷണം മുഴുവനാക്കിയോ എന്നുള്ളതാണ് അവിടെ ഫിനിഷ് എന്ന് യൂസ് ചെയ്തത്. അതിനേക്കാൾ ഒന്നുകൂടി ഈസി ആയിട്ട് തോന്നുന്നത് Did you eat all the food എന്നാണ് അല്ലേ. നീ ആ ഭക്ഷണം മുഴുവനും കഴിച്ചോ. നെക്സ്റ്റ്, കുറച്ച് ബാക്കിയുണ്ട്. എങ്ങനെ പറയാ? സം ഈസ് ലെഫ്റ്റ്. സം ഈസ് ലെഫ്റ്റ്. കുറച്ച് ബാക്കിയുണ്ട്. ഇവിടുത്തെ ലെഫ്റ്റ് പുറപ്പെട്ടു എന്നൊന്നും അല്ല കേട്ടോ. നമ്മൾ അത് കഴിഞ്ഞു എന്നുള്ള ആ ഒരു ഇതാണ്. കുറച്ച് ബാക്കിയുണ്ടല്ലോ, ബാക്കിയുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ലെഫ്റ്റ് എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിൽ പല മീനിങ്ങുകളും പല തരത്തിലും പല വേർഡ്സുകളും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും അല്ലേ. ഇപ്പോൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് എന്താണ്? പുറപ്പെട്ടു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പോയി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ കുറച്ച് ബാക്കിയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെഫ്റ്റ് യൂസ് ചെയ്തത്. സം ഈസ് ലെഫ്റ്റ്. അല്ലെങ്കിൽ വേറെ സെന്റൻസ് പറയാം, എ ലിറ്റിൽ ഈസ് ലെഫ്റ്റ്. സം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറച്ചാണ്, ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറച്ചാണ്. അപ്പൊ എ ലിറ്റിൽ ഈസ് ലെഫ്റ്റ്. അപ്പൊ ഇവിടുത്തെ ലെഫ്റ്റ് നമ്മൾ പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് കണക്കാക്കാം ഇവിടെ കേട്ടോ. ഒരു അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, നീ എന്താ മുഴുവനും കഴിക്കാഞ്ഞത്? നീ എന്തുകൊണ്ടാ മുഴുവനും കഴിക്കാഞ്ഞത് എന്ന് ചോദിക്കാറുണ്ടല്ലോ. വൈ ഡിഡിന്റ് യു eat all of it? Why didn't you eat all of it? നീ എന്താ മുഴുവനും കഴിക്കാഞ്ഞത്? അല്ലെങ്കിൽ why didn't you finish all of it എന്നും വേണമെങ്കിൽ ചോദിക്കാം. ആ പ്ലേറ്റ് കഴുകി വെക്കൂ. ആ പ്ലേറ്റ് കഴുകി വെക്കൂ. ഇതൊക്കെ നമ്മളെ മക്കളോട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസുകളാണ് കേട്ടോ. ആ പ്ലേറ്റ് കഴുകി വെക്കൂ. വാഷ് ദാറ്റ് പ്ലേറ്റ് ആൻഡ് കീപ് ഇറ്റ്. വാഷ് ദാറ്റ് പ്ലേറ്റ് ആൻഡ് കീപ് ഇറ്റ്. ആ പ്ലേറ്റ് കഴുകി വെക്കൂ. അപ്പൊ കഴുകി ആൻഡ് കീപ് ഇറ്റ് വെക്കൂ. ഓക്കെ, ഞാൻ പ്ലേറ്റ് കഴുകിയിട്ടുണ്ട്. കുട്ടിക്ക് നമ്മോട് ഇങ്ങനെ പറയാലേ, ഞാൻ പ്ലേറ്റ് കഴുകിയിട്ടുണ്ട്. ഐ ഹാവ് വാഷ്ഡ് ദ പ്ലേറ്റ്. ഐ ഹാവ് വാഷ്ഡ് ദ പ്ലേറ്റ്. ഞാൻ പ്ലേറ്റ് കഴുകിയിട്ടുണ്ട്. നെക്സ്റ്റ്, നീ ഫ്രൂട്ട്സ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. നീ ഫ്രൂട്ട്സ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ കടയിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. നീ ഫ്രൂട്ട്സ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എങ്ങനെ ചോദിക്കുക? ക്വസ്റ്റ്യൻ ആണ്. ഹാവ് യു ഓൺലി ബോട്ട് ഫ്രൂട്ട്സ്? ബൈന്റെ P3 ആണ് ബോട്ട് എന്ന് പറയുന്നത്. അപ്പം ഹാവ് യു ഓൺലി ബോട്ട്? നീ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ഫ്രൂട്ട്സ്. നീ ഫ്രൂട്ട്സ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. എന്നോട് ഫ്രൂട്ട്സ് മാത്രം വാങ്ങാൻ പറഞ്ഞുള്ളൂ. എന്നോട് ഫ്രൂട്ട്സ് മാത്രം വാങ്ങാൻ പറഞ്ഞുള്ളൂ എന്നെങ്ങനെ പറയാ? I was told to buy only fruits. I was told to buy only fruits. എന്നോട് ഫ്രൂട്ട്സ് വാങ്ങാൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി നമുക്ക് ഈ ടോൾഡിന് പകരം എന്ത് യൂസ് ചെയ്യാം? ആസ്ക്ഡ് എന്ന് യൂസ് ചെയ്യാം. കാരണം നമുക്കൊരു റിക്വസ്റ്റ് ആണ് അല്ലേ, വാങ്ങാൻ പറഞ്ഞു എന്നാണ്. ആ കടയിൽ ആപ്പിളും ഓറഞ്ചും മാത്രമേ ഉള്ളൂ. ആ കടയിൽ ആപ്പിളും ഓറഞ്ചും മാത്രമേ ഉള്ളൂ എന്നെങ്ങനെ പറയാ? ദാറ്റ് ഷോപ്പ് ഓൺലി ഹാസ് ആപ്പിൾസ് ആൻഡ് ഓറഞ്ച്. ഇവിടെ സബ്ജക്റ്റ് ആയി വരുന്നത് എന്താണ്?
ദാറ്റ് ഷോപ്പ് എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഹാസ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ കടയിൽ ആപ്പിളും ഓറഞ്ചും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉള്ളൂ, ഉണ്ട് എന്ന് പറയാനാണ് നമ്മൾ ഹാസ് യൂസ് ചെയ്തത്. ദാറ്റ് ഷോപ്പ് ഓൺലി ഹാസ് ആപ്പിൾസ് ആൻഡ് ഓറഞ്ച്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, അവിടെ മുന്തിരിയില്ല. ഈസി ആയിട്ട് പറയാൻ പറ്റും. അവിടെ മുന്തിരിയില്ല. ഇവിടെ മുന്തിരി എന്ന് പറയുമ്പം അതൊരു പ്ലൂരലാണ് അല്ലേ. ഒരു മുന്തിരിയിൽ ഒരുപാട് മുന്തിരി ഉണ്ടാവും. അപ്പം അവിടെ മുന്തിരി ഇല്ല എന്ന് പറയുമ്പോൾ there are no grapes. There are no grapes there. There are no grapes there. അവിടെ മുന്തിരി ഇല്ല. ഞാൻ മുന്തിരി വാങ്ങാൻ വേറെ കടയിൽ പോയി, പക്ഷെ അവിടെ തുറന്നില്ല. ഞാൻ മുന്തിരി വാങ്ങാൻ വേറെ കടയിൽ പോയി, പക്ഷേ അവിടെ തുറന്നില്ല എന്നെങ്ങനെ പറയാ? I went to another shop. ഞാൻ വേറെ ഷോപ്പിലേക്ക് പോയി to buy grapes. ഗ്രേപ്സ് വാങ്ങാനായിട്ട്. But it was closed. പക്ഷേ അവിടെ തുറന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൂട്ടിയിരിക്കുന്നു എന്നാണ്. അപ്പൊ അവിടെ ബട്ട് ഇറ്റ് വാസ് ക്ലോസ്ഡ് എന്ന് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ നാളെ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. ഞാൻ നാളെ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ഞാൻ നാളെ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കുക കേട്ടോ. സിമ്പിളാണ്. നമ്മൾ പഠിച്ച എല്ലാ റൂൾസും യൂസ് ചെയ്തിട്ട് വേണം ആ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഒന്നും കൂടി പറയട്ടെ, ഞാൻ നാളെ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. നമ്മുടെ മക്കളോടും നമ്മുടെ വീട്ടിലുള്ളവരോടൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സമയത്ത് പറയാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസുകളാണ്. ബട്ട് നിങ്ങൾ ഇത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യരുത്. ഈ ഒരു സെന്റൻസുകൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യരുത്. ഈ ഒരു സെന്റൻസ് നോക്കിയിട്ട് നിങ്ങളുടെ വീട്ടിൽ ആവശ്യമുള്ള സെന്റൻസുകൾ നിങ്ങൾ പറയാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ഫ്രൂട്ട്സാണ് പറഞ്ഞത്, നിങ്ങൾ എന്ത് സാധനമാണ് പറഞ്ഞത്, നിങ്ങൾ എന്താ നിങ്ങളുടെ മക്കളോട് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് നമ്മൾ പഠിച്ച മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ട് ആ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള സെൻറ്റൻസുകളെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അയക്കാട്ടോ. നിങ്ങൾ എന്താണോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ചെറിയ വാക്കുകളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാം. ഞാൻ തന്ന സെൻറ്റൻസ് തന്നെ നിങ്ങൾ അറിയിക്കണമെന്നില്ല. ചിലപ്പോൾ കുറച്ച് വലിയ സെൻറ്റൻസ് ആയിരിക്കും. ഞാൻ നാളെ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ ഒട്ടും അറിയാത്തവർക്ക് അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ കുറഞ്ഞ് നമ്മളെ ക്ലാസ്സൊക്കെ കണ്ടിട്ട് കുറഞ്ഞ് പഠിച്ച് വന്നവർക്ക് അതുപോലെയുള്ള സെൻറ്റൻസ് വേണമെങ്കിൽ നമ്മുടെ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. നമ്മുടെ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് ഡിസ്കസിങ് ആണ്. അതായത് നിങ്ങൾ പറയുന്നു, ഞാനത് കറക്റ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. അങ്ങനെ നമ്മൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മുടെ കമൻറ്റ് ബോക്സ്. അപ്പോൾ എല്ലാവരും യൂസ്ഫുൾ ചെയ്യുക നല്ല രീതിക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. വീഡിയോസ് മുടങ്ങാതെ കാണാം. ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമറിൽ പോയിട്ട് അതും കൂടി ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അതിലുണ്ട്, പക്ഷേ വ്യൂസ് വളരെ കുറവാണ്. അപ്പം നിങ്ങൾക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണെങ്കിൽ അതിൽ പോയിട്ട് സിമ്പിൾ സെൻറ്റൻസുകൾ പഠിക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കുകയും ചെയ്യാം. ലൈവായിട്ട് നമുക്കൊരു ദിവസം വരെ, ഇപ്പം കുറച്ച് തിരക്കാണ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.